4 എപ്പിസോഡുകൾ കഴിഞ്ഞു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ 5-ാമത്തെ എപ്പിസോഡും നമ്മൾ ഗ്രാമർ സ്റ്റേഷൻ എന്നൊരു പേരിട്ട് നമുക്ക് ആവശ്യമായുള്ള ഗ്രാമർ മാത്രം പരിചയപ്പെടുത്തി നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. ഉറപ്പായിട്ടും ഗ്രാമറൊന്നും പഠിക്കണം, കാരണം ഗ്രാമർ ഇല്ലാതെ പഠിക്കുക എന്നുള്ളത് അശാസ്ത്രീയമാണ്. നമ്മൾ റോട്ടിൽ തന്നെ പോകുമ്പോൾ, റോട്ടിൽ വണ്ടി പിടിക്കുമ്പോൾ, ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എതിരെ വരുന്ന ആൾ റൈറ്റ് സൈഡായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നിയമമില്ലെങ്കിൽ വണ്ടികൾ കൂട്ടിയിടിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്താതെ ഭാഷ പറയുമ്പോൾ അതിൽ വ്യക്തത കുറവുകൾ വരും, ആശയക്കുഴപ്പങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ബേസിക് ഗ്രാമർ, അത് നമ്മൾ ഒത്തിരി തല പുകഞ്ഞ് ആലോചിച്ച് പഠിച്ച് വെക്കണമെന്നില്ല, പക്ഷെ അറിയണം. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണം, പക്ഷെ അതിനെക്കുറിച്ച് അമിത ബോധവാനാകാനും പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഗ്രാമർ സ്റ്റേഷൻ 1-ാമത്തെ ഗ്രാമർ സ്റ്റേഷനാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സഹായക്രിയകൾ. ഇംഗ്ലീഷിലെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കേണ്ട 3 സഹായക്രിയകളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡു, മറ്റത് ബി, ഹാവ് എന്നിവയാണ്. ഡു, ബി, ഹാവ്. അപ്പം ഇംഗ്ലീഷിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള, ഏറ്റവും പ്രധാനികളായിട്ടുള്ള 3 വെർബുകളാണത്. ഡു, ബി, ഹാവ്. ഈ വെർബുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡബിൾ റോളാണ് ഇവർക്ക്. പ്രധാന ക്രിയയായിട്ട് വരും, സഹായക്രിയയായിട്ട് വരും. അപ്പോൾ നമ്മൾ രണ്ടും അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഇങ്ങനെ വിഷമിച്ച് പഠിക്കുമല്ലോ. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലയിലേക്ക് വന്നോളും. അല്ലാതെ ഇതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രധാന വെർബുകൾക്കും 2 റോളുകളുണ്ട്. അത് മെയിൻ വെർബായിട്ട് വരും, അത് പ്രൈമറി വെർബ് എന്ന് പറയും. ഒന്ന് ഹെൽപ്പിംഗ് വെർബ്, സഹായക്രിയയായിട്ട് വരും. ഈ ഡു എന്ന ആ മെയിൻ പ്രൈമറി വെർബ്, ആ വാക്കല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇല്ല. നമുക്ക് ഡൂനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആരെക്കൊണ്ട് കഴിയില്ല. ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഡു ഉണ്ട്, ഡു ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്. ഡു എന്ന് പറഞ്ഞ വാക്ക് ഇപ്പോഴും പ്ലൂറലാണ്. അതിൻ്റെ സിംഗുലർ ഡസ് ആണ്. ഡൂവിൻ്റെ കൂടെ സത്യത്തിൽ ഒരു എസ് ചേരുന്നതാണ് ഡസ്. പക്ഷെ ഡൂവിലൂടെ വെറുതെ എസ് ചേർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഇ എൻ്റെ ഇടയ്ക്ക് കയറി വരുന്നു. അപ്പോൾ ഡി ഒ ഡു, അതിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കുന്നു. എസ് തനിയെ വരുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇ കൊണ്ട് കയറി വരുന്നു. അപ്പോൾ എന്തായിട്ട് വരുന്നു? ഡു എന്നുള്ളത് ഡസ് ആകുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്, അതിലൊറ്റ വ്യത്യാസമുള്ളൂ. സിംഗുലർ ആകുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഡസ്. പ്ലൂറലാകുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഡു. വേറെ ഒരു അർത്ഥ വ്യത്യാസമില്ല. ഇനി പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഇത് രണ്ടുമല്ല, ഡിഡായിട്ട് മാറും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഡു ആണ്, അതിൻ്റെ സിംഗുലറാണ് ഡസ്. രണ്ടും ഒന്ന് തന്നെ, ഒരു അർത്ഥ വ്യത്യാസമില്ല. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഡിഡ്. ഇനി പതിവായി, സാധാരണയായി, എപ്പോഴും തന്നെ, സ്ഥിരമായി എന്ന അർത്ഥത്തിൽ ഒരു കാര്യം പറയണം ധരിക്കും. ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രവൃത്തി ചെയ്യുന്ന ആളും ആ പ്രവൃത്തിയെ കുറിച്ച് പറയുള്ളൂ. ഇപ്പം ഞാനാണെങ്കിൽ ഞാനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും. ഇപ്പം ഐ ടീച്ച് ഇംഗ്ലീഷ്. അപ്പം ഐ ടീച്ച് ഇംഗ്ലീഷ്, അതിൻ്റെ അർത്ഥം വേറെ അഡീഷണലായിട്ട് ഒന്നും ചേർക്കാൻ പാടില്ല. ആ ടെൻസിൻ്റെ പേര് സിമ്പിൾ ടെൻസ് ആണ്, സിമ്പിൾ പ്രസൻറ്റ്, അല്ലെ പ്രസൻറ്റ് സിമ്പിൾ. അപ്പോൾ നിത്യം നടക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒന്നും ചേർക്കരുത്. സബ്ജക്റ്റ് വെർബ് എന്ന് പറയാം, കുറച്ചും കൂടി ഇതായിട്ട് കടുപ്പത്തിൽ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് വെർബ്. അത് ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, ആ പ്രവൃത്തി രണ്ടും പറയാം. എക്സാമ്പിൾ കേട്ടു, ഐ ലൈക്ക് മാംഗോസ് ഒരു എക്സാമ്പിളാണ്. ദേ സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് ഹോം രണ്ടാമത്തെ എക്സാമ്പിളാണ്. ഷീ ഡ്രൈവ്സ് വെൽ. Jane and her cousins live at Gateshead. They work at Info Park. You smoke too much. ഈ പറഞ്ഞതിൻ്റെ എല്ലാം പറ്റി നോക്കിക്കോ. ഐ ലൈക്ക് വേറൊന്നും ചേർത്തിട്ടില്ല. ദേ സ്പീക്ക് വേറൊന്നും ചേർത്തിട്ടില്ല. ഷീ ഡ്രൈവ്സ്, ഷീ സിംഗുലർ ആയതുകൊണ്ട് ഡ്രൈവിനോട് രസ് ചേർത്തു. അപ്പം ഷീ ഡ്രൈവ്സ്.
ജെയിൻ ആൻഡ് ഹർ കസിൻസ് ലിവ്, ഒന്നും ചേർത്തിട്ടില്ല. ദേ വർക്ക്, അതിൻ്റെ കൂടെ വേറെ ചേർത്തിട്ടില്ല. യു സ്മോക്ക് വേറെ ചേർത്തിട്ടില്ല. ഇത്തരത്തിലുള്ള പതിവ് കാര്യങ്ങൾ, സ്ഥിരമായി നടക്കുന്ന പ്രവർത്തികൾ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും നെഗറ്റീവായി ഇല്ല എന്ന് പറയാനും നമുക്ക് ഡു കൂടിയേ കഴിയൂ. ഇനിയാണ് നമ്മൾ നേരത്തെ ഡു എന്ന് പറഞ്ഞില്ലേ, ഡൂവിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടെൻസുകളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പതിവ് കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ല അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡു നമ്മൾ പറഞ്ഞ ഒരു ഇപ്പം പ്രൈമറി വെർബാണെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഈ പ്രൈമറി വെർബ് ഒരു ഹെൽപ്പിംഗ് വെർബായിട്ടാണ് ഫങ്ഷൻ. രണ്ടാമത്തെ റോളാണ്. ഒന്ന് പ്രധാന റോള് അവിടെ നിൽക്കുന്നു, അതുപോലെ ഇവിടെ എന്താണത്? ഹെൽപ്പിംഗ് വെർബാണ്. ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒന്നല്ലെങ്കിൽ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ചോദ്യം ഉണ്ടാക്കാൻ നമുക്ക് നിർബന്ധമായിട്ട് ഡു വേണം, നെഗറ്റീവ് ഉണ്ടാക്കാൻ നമുക്ക് ഡു വേണം. ഡു ഇല്ലെങ്കിൽ ചോദ്യം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ടെൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും കഴിയില്ല. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾസ് ശ്രദ്ധിക്കുക. ഡു യു ലൈക്ക് മാംഗോസ്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്. ഡു യു ലൈക്ക് മാംഗോസ്, നിനക്ക് മാംഗോസ് ഇഷ്ടമാണോ? പതിവായിട്ടാണ് കേട്ടോ. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് ഹോം, നീ ഡു ദേ അവർ നിത്യേന ഇംഗ്ലീഷ് വീട്ടിൽ സംസാരിക്കാറുണ്ടോ? ഡസ് ഷീ ഡ്രൈവ് വെൽ, നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാണ്. ഡൂവിൻ്റെ കൂടെ സിംഗുലറാണ്, ഷീ ആയതുകൊണ്ട് സിംഗുലറാണ്. അപ്പോൾ ഡു എന്തായിട്ട് മാറി? ഡസ്സായി. ഡസ് എവിടെ നിന്ന് വന്നാണ്? ഡൂവിൻ്റെ കൂടെ എസ് ചേർത്ത്. ഡൂവിൻ്റെ കൂടെ എസ് തനിയെ ചേർക്കാൻ പറ്റും, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഈ അതിൻ്റെ അകത്ത് കടന്നു വരും. ഓക്കെ, ഇനി ഡു ജെയിൻ ആൻഡ് ഹർ കസിൻസ് ലിവ് അറ്റ് ഗേറ്റ് സൈഡ്, ചോദ്യമാണ്. ഡു ദേ വർക്ക് അറ്റ് ഇൻഫോ പാർക്ക്, ചോദ്യമാണ്. ഡു യു സ്മോക്ക് ടു മച്ച്, ചോദ്യമാണ്. ഇനി നെഗറ്റീവ് കേട്ടോ. ഐ ഡോണ്ട് ലൈക്ക് മാംഗോസ്, എനിക്ക് മാംഗോസ് ഇഷ്ടമല്ല. ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് ഹോം, ഞാൻ ഇംഗ്ലീഷ് വീട്ടിൽ സംസാരിക്കാറില്ല. ഷീ ഡസൻ ഡ്രൈവ് വെൽ, ഷീ ആയതുകൊണ്ട് ഡസ്സായി. ഷീ ഡസൻറ്റ്. ജെയിൻ ആൻഡ് ഹർ കസിൻസ് ഡോണ്ട് ലിവ് അറ്റ് ഗേറ്റ് സൈഡ്, അവർ ഗേറ്റ് സൈഡിൽ താമസിക്കാറില്ല. ദേ ഡോണ്ട് വർക്ക് അറ്റ് ഇൻഫോ പാർക്ക്, അവർ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യാറില്ല. യു ഡോണ്ട് സ്മോക്ക് ടു മച്ച്, നിങ്ങൾ ഒത്തിരി വലിക്കാറില്ല. ഡു നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ താഴെ പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കാം. ഇനിയാണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാനൊരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ച് ഉറപ്പായിട്ടും നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഞാൻ വായിക്കാം. ആണുങ്ങൾ അവരുടെ ഷർട്ടിന് കീഴിൽ വിയർത്തൊലിക്കാതിരിക്കാനും ഷർട്ട് ഈട് നിൽക്കാനും ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് വെസ്റ്റ്. ഇതിനെ നാട്ടിൻപുറങ്ങളിൽ ബനിയൻ എന്ന് വിളിക്കാറുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒട്ടുമിക്ക ആണുങ്ങളും ഒത്തിരി അവരുടെ ശരീരത്തിന് ആയാസം കൂടുതലുള്ളവരെ കൂടുതൽ ഒരു ഷർട്ടിനകത്ത് ഒരു വെസ്റ്റ്, ഒരു ഇന്നർ വെയറാണ് ധരിക്കുന്നത്. അത് ധരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശരീരത്തിലെ വേർപ്പ് ആ വെസ്റ്റ് എന്നുള്ള ഇംഗ്ലീഷ് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങൾ എന്ന് പറയുന്നത് ബനിയൻ എന്നാണ്. അത് വലിച്ചെടുക്കും. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് ഒരു എക്സ്ട്രാ ഒരു തൃപ്തി ഉണ്ടാകും, ചിലർക്ക് ആ വേർപ്പാണ്ട് വലിയുമ്പോൾ ആ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. ഷർട്ട് അതിൽ നമ്മൾ വേർപ്പിലടങ്ങിയിരിക്കുന്ന ഉപ്പിൻ്റെ അംശം കൊണ്ട് ഷർട്ട് പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതുപോലെ പ്രധാന ക്രിയകൾക്ക് അടിയിൽ അല്ലെങ്കിൽ താഴെ പുറമേ കാണാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സഹായക്രിയയാണ് ഡു അല്ലെങ്കിൽ ഡസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ക്രിയകളുടെ അടിയിൽ ഒരു ഡു അല്ലെങ്കിൽ ഡസ് ഒളിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഷർട്ടിൻ്റെ അടിയിൽ വെസ്റ്റ് അല്ലെങ്കിൽ ബനിയൻ എന്ന് പറയുന്നത് പോലെ ഒളിച്ചിരിക്കും. നമുക്കത് കാണാൻ പറ്റില്ല. നമ്മൾ ഷർട്ട് അഴിച്ച് മാറ്റുമ്പോഴേ നമ്മൾ കാണും. എന്ന് പറഞ്ഞ പോലെ പ്രധാന ക്രിയകളായിട്ട് വരുന്നത്, ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ക്രിയകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ആ ലൈക്കിൻ്റെ ഉള്ളിൽ എന്താ ഒളിഞ്ഞിരിപ്പുണ്ട്? ഒരു ഡു ഇരിപ്പുണ്ട്. സിംഗുലർ ആകുമ്പോൾ ഡസ് ആവും. സ്പീക്ക്, അതിൻ്റെ ഉള്ളിൽ ഡു ഒളിഞ്ഞിരിപ്പുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. പുരുഷന്മാരുടെ ഷർട്ടിൻ്റെ അടിയിൽ വെസ്റ്റ് ഇട്ടേക്കണ പോലെയാണ് അതിരിക്കുന്നത്. ഷീ ഡ്രൈവ്സ്, ഇപ്പം ഡ്രൈവ്സിൻ്റെ ഉള്ളിൽ ഒരു ഡു ഒളിഞ്ഞിരിക്കുകയാണ്. ഡസ് ഡു ആയിട്ട് മാറിയതാണ്. ഇനി എന്താണ്? ഇനി വർക്കിൻ്റെ ഉള്ളിൽ ഒരു ഡു ഒളിഞ്ഞിരിപ്പുണ്ട്. സ്മോക്കിൻ്റെ ഉള്ളിൽ ഒരു ഡു ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രധാന ക്രിയകൾക്ക് അടിയിൽ അല്ലെങ്കിൽ താഴെ പുറമേ കാണാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സഹായക്രിയയാണ് ഡു അല്ലെങ്കിൽ ഡസ്. ഉദാഹരണം: ഗോ, സ്റ്റേ, സിറ്റ്, ലിവ് എന്നീ വെർബുകൾക്കുള്ളിൽ എല്ലാം ഡു ഒളിഞ്ഞിരിക്കുന്നു.
ഏകവചനമാണെങ്കിൽ അവ ഡസ്സായി മാറുന്നു. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ഡു പ്ലസ് എസ് എന്നാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എന്ത് വരും, ഒരു ഈ കടന്നു വരും. ആവശ്യ സന്ദർഭങ്ങളിൽ ഈ ക്രിയകൾക്ക് കീഴിൽ ഒളിച്ചിരിക്കുന്ന ഡു, ഡസ് എന്നിവ സ്വാഭാവികമായി പുറത്തു വന്നാൽ മാത്രം നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസുകളും ചോദ്യങ്ങളും ഉണ്ടാക്കാനാവും. അപ്പോൾ ഇതിനെ നമ്മൾ പുറത്തെടുക്കണം. അതില്ലാതെ നമുക്ക് ചോദ്യങ്ങൾ, അപ്പം നിങ്ങൾ എന്താ ചോദിക്കുക, നിങ്ങൾ പത്രം വായിക്കാറുണ്ട് രാവിലെ, അപ്പോൾ ചോദ്യമാണ്, പതിവ് കാര്യമാണ്. അപ്പോൾ റീഡ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഡൂന് നമ്മൾ, അപ്പോൾ യു ആണ്. അപ്പം എന്തിനാ ഡൂനെടുത്ത് പുറത്തേക്ക്. അപ്പോൾ ഡു യു റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ മോർണിംഗ്? നിങ്ങൾ രാവിലെ ചായ കുടിക്കാറുണ്ടോ? അപ്പോൾ കുടിക്കുക എന്നുള്ള ഡ്രിങ്ക് എന്നാണ്. അതിൻ്റെ ഡു ഒളിഞ്ഞിരിപ്പുണ്ട്. യു ആണെങ്കിൽ ഡു യു ഹാവ് ടീ ഇൻ ദ മോർണിംഗ്? അപ്പോൾ ഇത്തരത്തിൽ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെർബുകൾ ആണ് 3 ആ 3-ൽ ഒന്നിനെ കുറിച്ച്, ഡൂവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വളരെ പ്രസക്തമാണ്. ഞാൻ ഇനിയും ഒത്തിരി പ്രാവശ്യം ഇത് ആവർത്തിക്കും. നിങ്ങൾ ശാന്തമായിട്ട് മനസ്സ് വെച്ച് മനസ്സിലാക്കുക. ഓക്കെ.